ഉം. കേട്ടോ കേട്ടോ ജസി? ഞാൻ മെസ്സേജ് ഞാൻ കണ്ടു. എന്തായാലും ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങിയിട്ട് അതൊന്ന് നോക്കട്ടെ. ഓക്കെ. ഓക്കെ, ഞാൻ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒന്നും നടക്കുന്നില്ല, ഒരു ആക്ഷനും ഫോണിൽ ചെയ്യാൻ പറ്റുന്നില്ല. കമൻറ്റ് പോലും എൻ്റെ ഫോണിൽ കാണുന്നില്ല, സത്യമായിട്ടും കാണുന്നില്ല. അതുകൊണ്ട് ഉമ്മാൻ്റെ ഫോൺ അടുത്ത് വെച്ചിട്ട് അതിനകത്ത് നോക്കിയിട്ട് ഞാൻ കമൻറ്റ് വായിച്ച് ഞാൻ റിപ്ലൈ തരുന്നത്, അറിയോ? എൻ്റെ ഫോണിൽ ആരോ കോൾ ചെയ്തതിന് ശേഷം ഇങ്ങനെയായി. ഇനി ഇതെന്താ ചെയ്യുകയെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ സബ് ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വിട്ടു തന്നു, അതിൽ നിൻ്റെ നെയിം കാണുന്നില്ല. ഞാൻ നോക്കാം. ഈ ലൈവ് കഴിഞ്ഞാൽ ഞാൻ അത് നോക്കാം. ഓക്കെ, ഞാൻ ഈ ലൈവിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാനത് നോക്കാം. ഇതിന്ന് ബാക്ക് പോയാൽ എന്താവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഞാൻ ചെയ്യാം എന്നല്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കട്ടെ എന്തെങ്കിലും എവിടെയെങ്കിലും ഫാൾട്ട് പറ്റിയോ. ഓക്കെ, എന്തായാലും ഞാൻ 10 മണിക്ക് ലൈവ് കയറുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിലേക്ക് ലൈവിലേക്ക് വന്ന പുതിയ കൂട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം. എല്ലാവരും ഞാൻ കൂട്ടാക്കി കമൻ്റ് ഇട്ടിട്ടുണ്ട്, കമൻ്റ് നോക്കി തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു. ഒരുപാട് നന്ദി കേട്ടോ, ലൈവിൽ കയറിയതിനും കമൻ്റ് ഇട്ടതിനും കൂട്ടാക്കിയതിനും ഒക്കെ നന്ദി. ഇത് മാത്രം പോരാ, എനിക്ക് സപ്പോർട്ട് കൂടെ വേണം. തീർച്ചയായിട്ടും വേണം. ഞാൻ എൻ്റെ ഫോണിൽ കമൻറ്റ് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ, സത്യമായിട്ടും കമൻറ്റ് കാണുന്നില്ല. ഓക്കെ, ജസീന അയച്ചിട്ടുണ്ട്. ഓക്കെ ഡി, മോളെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമാക്കേണ്ട. മുഖം കാണിച്ചാൽ ഞാൻ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ എൻ്റെ കമൻസ് പോലും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇനി ബാക്ക് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കാം. അതെന്താ നെറ്റ്വർക്ക് എന്താ പ്രശ്നം വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് വേണ്ടിയിട്ടല്ല മുഖം കാണിക്കാൻ പറഞ്ഞത്, നിനക്ക് ആളുകളുണ്ടാവില്ല, അതുകൊണ്ട് കാര്യമില്ല മോളെ. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ലൈവ് ഞാൻ തുടക്കമാണ്, അതുകൊണ്ട് നോക്കട്ടെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഞാനിപ്പോൾ മക്കളെ വെച്ച് ചെയ്യാറുണ്ടായിരുന്നു, അത് അവർ രണ്ടുപേരും ഉറങ്ങുകയാണ്, കുട്ടികൾ ഉറങ്ങുകയാണ്. പിന്നെ ബാക്കിയുള്ള കുട്ടികൾ സ്കൂളിൽ പോയതാണ്. അപ്പോൾ അവർ വരട്ടെ, എന്നിട്ട് കമൻ്റ് എങ്ങനെ കാണാതിരിക്കും? കമൻ്റ് എല്ലാം ഓഫാണ്. 5-ാമത്തെയും 6-ാമത്തെയും വീഡിയോസിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ലൈവിലെ കമൻറ്റാണ് ഞാൻ പറഞ്ഞത്, ലൈവിൽ കമൻറ്റ് കാണുന്നില്ല. ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കമൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് അതല്ല സത്യമായിട്ട് പറയണേ, ഞാൻ പറയണമെന്നും ആരും വിശ്വസിക്കുന്നില്ലല്ലോ. കമൻ്റ് എല്ലാം ഓഫാണ്. 5-ാമത്തെ 6-ാമത്തെ വീഡിയോസിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് എനിക്ക് കുഴപ്പമില്ല. കമൻറ്റ് എനിക്കറിയാം, ഞാൻ സബ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അവൾക്കറിയാലോ ഞാനത് തപ്പിയെടുത്തത്, പേരടിച്ച് ഞാൻ തപ്പിയെടുത്ത് ഞാൻ സബ് ചെയ്തത് അവളും കണ്ടത്, അവളും സാക്ഷിയായത്. ആ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, എന്നിട്ട് ഈ വാങ്ങിച്ചു തരും എനിക്ക് പുതിയൊരു ഫോണ് വാങ്ങിച്ചു താ. ഞാൻ ഫോണൊക്കെ എറിഞ്ഞ് ഞാൻ പൊട്ടിക്കുക, അപ്പോൾ എൻ്റെ ചാനൽ പോവും, ചാനൽ പൂട്ടും. ഈ ഒരു ഫോൺ വാങ്ങിച്ചു താ. ഇനി കള്ളം പറഞ്ഞത് ഞാൻ തല്ലിക്കൊല്ലൊന്നും വേണ്ട, സത്യമായിട്ട് പറയും. എനിക്ക് കമൻസ് ഇത് ലൈവിലെ കമൻറ്റ് ഇനി ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യൂ. ബ്ലൂ കൊടുക്കുന്നതെല്ലാം പഠിപ്പിച്ചു തരാം. ബ്ലൂ കൊടുക്കുന്നത് പഠിപ്പിച്ചു തരണം. അതേപോലെ പിക്ക് വെച്ച് ചെയ്യുന്നത് കുറേ പഠിക്കാനുണ്ട്. ഞാൻ തുടക്കക്കാരിയാണ്, അതുകൊണ്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് ഒരുപാടുണ്ട്. പ്ലീസ് അവളെ തല്ലിക്കൊല്ലരുത്. ജസീന എനിക്ക് റിക്വസ്റ്റ് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അയച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ലൈവ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുമ്പോഴൊക്കെ അവൾക്ക് ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, അവൾ അറിയുന്നുണ്ട്. ലൈവിൽ കമൻറ്റ് കാണാത്തത് ബ്ലൂ ഇല്ലാത്തത് കൊണ്ടാണ്. ബ്ലൂ കൊടുത്ത ലൈവ് ചെയ്യണം മോളെ. ഓ അങ്ങനെയുണ്ട്, നമ്മൾ ബ്ലൂ കൊടുത്ത ആൾക്കാർ വരാത്തത് കൊണ്ടാണോ? അതൊന്നും മനസ്സിലായില്ല.